അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ യൂറിൻ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു നോൺ പ്രഗ്നന്റ് ലേഡിയുടെയും യൂറിൻ എടുത്തിട്ടുണ്ട്. സാധാരണ എപ്പോഴും മോർണിംഗ് യൂറിൻ ആയിരിക്കും ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, നമ്മളിപ്പോൾ ഈ കിറ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാലും, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹോം പ്രഗ്നൻസി ഈ ഒരു ഡെറ്റോളോ അതുപോലെ തന്നെ സാൾട്ടോ ഷുഗർ അങ്ങനത്തെ രീതിയിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് നമുക്ക് മോർണിംഗ് യൂറിൻ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് യൂറിനിലാണ് നമുക്ക് HCGയുടെ അളവ് കൂടുതലുണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങളും പ്രത്യേകം മോർണിംഗ് യൂറിൻ തന്നെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മോർണിംഗ് യൂറിൻ എടുക്കാൻ സാധിച്ചില്ല, നിങ്ങൾക്ക് ഒരു ഈവനിങ് ടൈമിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ സൗകര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 മണിക്കൂറിന് ശേഷം വെള്ളം പോലും കുടിക്കാതെ ആ ഒരു യൂറിൻ ആയിരിക്കണം എടുക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ മോർണിംഗിലും നമ്മൾ വെള്ളം രാവിലെ കുടിക്കരുത്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് HCG ഡൈല്യൂട്ട് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കാതെ തന്നെ മോർണിംഗ് യൂറിൻ സാമ്പിൾ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതാണ് എൻ്റെ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് പ്രഗ്നന്റ് ലേഡി, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നോൺ പ്രഗ്നന്റ് ലേഡിയുടെയാണ്. ഇനി നമ്മൾ ഇന്ന് ഡെറ്റോൾ ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പുതിയ പൊട്ടിക്കാത്ത പാക്കറ്റാണ് എടുക്കുന്നത്. എപ്പോഴും പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, നമ്മുടെ ഈ ഒരു ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒട്ടും വെള്ളം പാടില്ല. ഈ ഒരു ചെപ്പ് കേട്ടോ, ചെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് കണ്ടെയ്നറിലാണ് നമ്മൾ യൂറിൻ എടുക്കുന്നത് ആ ഒരു കണ്ടെയ്നർ നമുക്ക് ക്ലിയർ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഒരു 1:3 റേഷ്യോയിലാണ് നമ്മൾ യൂറിൻ സാമ്പിൾ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഡെറ്റോൾ നമ്മൾ 1, അതുപോലെ തന്നെ യൂറിൻ സാമ്പിൾ നമ്മൾ 3 റേഷ്യോയിലാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു അളവ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമുക്ക് റിസൾട്ട് കിട്ടുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിത് ഒഴിക്കുമ്പോൾ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് 2 ലെയർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഇത് ഡെറ്റോൾ ടെസ്റ്റ് എത്രത്തോളം നമുക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ ഡെറ്റോൾ പുതിയ പൊട്ടിക്കാത്ത ഡെറ്റോളാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു മൂടി 2 ലോട്ടും സെയിം ടൈമിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെയിം നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ റിയാക്ഷൻ നടക്കാമെന്നും കൂടി നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ഏകദേശം ഒരു മൂടി അളവിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പ്രഗ്നന്റ് ലേഡിയുടെ യൂറിനിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ നോൺ പ്രഗ്നന്റ് ആയ ലേഡിയുടെ യൂറിനിലോട്ടും സാമ്പിളിലോട്ടും ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് വരുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ റിയാക്ഷൻ അറിയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ 2-3 ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ശരിക്കും കാണുമ്പോൾ രണ്ടും ഒരേപോലെയാണ് തോന്നുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റിസൾട്ട് എന്ന് നോക്കാം. ഞാനിപ്പോൾ നെറ്റിൽ നോക്കിയപ്പോൾ നമുക്ക് 2 ലെയർ ആയിട്ട് വരുന്നതാണ് കണ്ടത് ഇങ്ങനെ. അപ്പം നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാനിപ്പോൾ ടൈമും കൂടി നോക്കുന്നുണ്ട്. നമുക്ക് എത്ര ടൈമാണ് നമുക്ക് ഒഴിച്ചതിന് ശേഷം എത്ര ടൈം വരെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഇത് നോക്കാം. നമുക്ക് എത്ര ടൈം ആവുമ്പോഴാണ് നമുക്ക് ചേഞ്ചസ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പീരീഡ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ കേട്ടോ, നമുക്ക് ഒരു പീരീഡ്സ് മിസ്സായിട്ട് ഒരു 10 days ഒക്കെ കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. നമ്മുടെ കാർഡിലായാലും നമുക്ക് കൺഫേം ആയിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു 10 ദിവസം കഴിയണം. എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പം നോക്കുമ്പോൾ ശരിക്കും രണ്ടിലും ഒരേപോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് ഒന്നുകൂടി നോക്കേണ്ടി വരും. അപ്പം ഞാൻ ഇതിന് മുന്നേ സാൾട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വിനീഗർ ചെയ്തിട്ടുണ്ട്, ഷുഗർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് സാൾട്ടിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് 100% നമുക്ക് ഷുവർ പറയാനും പറ്റില്ല നമ്മൾ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു നമുക്ക് പെട്ടെന്ന് ഒരു ഭയങ്കരമായിട്ടൊരു ഡൗട്ട് തോന്നി. നമ്മൾ കാർഡ് വാങ്ങിക്കുന്നതിനേക്കാളും മുന്നേ നമുക്കൊന്ന് ജസ്റ്റ് ഒരു സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ ടെസ്റ്റുകളൊക്കെ ഹോം പ്രഗ്നൻസി ടെസ്റ്റുകളൊക്കെ വീട്ടിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ കറക്റ്റായിട്ടും എനിക്ക് റിസൾട്ട് കിട്ടിയത് ആ റിസൾട്ടാണ് ഞാൻ പറയുന്നത്.
ഇപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ എനിക്ക് സാൾട്ട് നോക്കിയപ്പോൾ എനിക്ക് ഏകദേശം നന്നായിട്ടൊരു ക്ലൗഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷുഗർ നോക്കിയപ്പോൾ എനിക്ക് തീരെ അത് നമുക്ക് തീരെ അറിയാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ ഞാനിപ്പോൾ 2 യൂറിൻ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ 2ൻ്റെയും ഡിഫറൻസ് അറിയാൻ പറ്റും. ഇപ്പം നിങ്ങളാകുമ്പോൾ 1 യൂറിൻ വെച്ചിട്ടാണ് നിങ്ങൾ നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റില്ല. അപ്പം ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ എനിക്ക് രണ്ടും സെയിം പോലെയാണ് കാണുന്നത്. ഇനി ഞാൻ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടോയെന്ന് ഞാനിപ്പോൾ നോക്കാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് നോക്കാം. ഇനി ഞാൻ ഇളക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പോവാണ്. ഒരു 2 മിനിറ്റ് നേരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡെറ്റോൾ പ്രഗ്നൻസി ടെസ്റ്റിൽ ശരിക്കും പ്രസിപ്പിറ്റേറ്റ് വരുന്നതാണ്. പക്ഷെ 2ലും പ്രസിപ്പിറ്റേറ്റ് വരുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത്, നമ്മൾ കഴിച്ച ഫുഡ്, നമ്മൾ തലേദിവസം കഴിച്ച ഫുഡിൻ്റെ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ എന്തെങ്കിലും പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിച്ച ഫുഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ഇങ്ങനെ വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ഇത് നമുക്ക് ഒരു റിലവൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡല്ല. നമ്മൾ ഇങ്ങനെ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് ഒരിക്കലും ഇതൊരു റിലവൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിലല്ല നമുക്ക് ഉറപ്പ് വരുത്താൻ എന്തെങ്കിലും നമുക്കൊരു കാർഡ് വെച്ചിട്ട് എന്തായാലും ടെസ്റ്റ് ചെയ്യണം. ഇത് ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയാലും നെഗറ്റീവ് റിസൾട്ട് കിട്ടിയാലും നിങ്ങൾ എന്തായാലും കാർഡ് വെച്ചിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ഞാനിപ്പോൾ വൈറ്റ് പേപ്പർ അടിയിൽ നിന്ന് മാറ്റിയിട്ട് നോക്കുമ്പോഴായാലും രണ്ടും ഒരേപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ആംഗിളിൽ നമ്മൾ നോക്കുകയാണെങ്കിലും നമുക്ക് കണ്ടോ അടിയിൽ പ്രസിപ്പിറ്റേറ്റ് ഉണ്ട്, പക്ഷെ 2ലും ഒരേപോലെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇപ്പം എന്താണ് എനിക്ക് തോന്നുന്നു ഇതും നമുക്കൊരു ഫെയിലിയർ ആണ്. നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പക്ഷെ നമുക്ക് 2ഉം കാണുമ്പോൾ ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. 2ലും ഇതുപോലത്തെ തന്നെ നമുക്ക് വരുന്നുണ്ട്. 2ഉം സെയിം പോലെ തന്നെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ പ്രഗ്നൻ്റ് അല്ലെങ്കിലും ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. അതെ, ഇങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു വ്യത്യാസം പോലും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയി കാണും ഞാൻ എന്തായാലും ഒഴിച്ചിട്ട്. പക്ഷെ 2ലും ഒരു വ്യത്യാസം പോലും തോന്നുന്നില്ല. ഇതെന്താണെന്നാണ് മനസ്സിലാവാത്തത്. ഞാൻ വേറെ യൂട്യൂബ് വീഡിയോയിലൊക്കെ നോക്കിയപ്പോൾ ചിലർക്ക് റിസൾട്ട് കിട്ടിയതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഡെറ്റോൾ കുറേ പേര് ഡെറ്റോൾ ടെസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ കണ്ടോ, ഇതിലായാലും നമുക്ക് അങ്ങനെ ഇല്ല. ശരിക്കും ഒരേപോലെ തന്നെയാണ് കാണുന്നത്. ഇതിൻ്റെ അടിയിൽ കുറച്ചൊരു പ്ലെയിനാണ്, പക്ഷേ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കുറച്ചിങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ബ്ലാക്കിൽ വെച്ച് കഴിഞ്ഞാലും അടിയിൽ ഇങ്ങനെ കുറച്ച് കണ്ടോ, ഇങ്ങനെ യൂറിൻ ഇങ്ങനെ ആ ഒരു എന്താ പറയുക പ്രസിപ്പിറ്റേറ്റ് പോലെ നമുക്ക് ഇതിൽ തീരെ ഇല്ല കേട്ടോ. അതിൽ അങ്ങനത്തെ ഒരു ഡിഫറൻസ് മാത്രമാണ് കാണുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അടിയിൽ കണ്ടോ, അടിഭാഗത്ത് അങ്ങനെ അധികം തോന്നുന്നില്ല. പക്ഷെ ഇതിൽ കുറച്ച് അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അങ്ങനെ പോലെ തോന്നുന്നുണ്ട്. ഇതല്ലാതെ വേറെ ഡിഫറൻസുകളൊന്നും പ്രത്യേകിച്ചും കാണുന്നില്ല. 2ലും പ്രസിപ്പിറ്റേറ്റ് വന്നിട്ടുണ്ട്, മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഓൾറെഡി നെറ്റിൽ നോക്കിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡെറ്റോൾ ടെസ്റ്റ് വെച്ചിട്ട് ചെയ്യാം, വിനീഗർ ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ടൂത്ത് പേസ്റ്റ് ആണ് പിന്നെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരിത്. അതിൽ നമുക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടണമെന്നാണ് അടുത്ത വീഡിയോയിൽ നോക്കാം. ഞാനിപ്പോൾ യൂറിൻ ഒഴിച്ച് കളഞ്ഞു, അപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇതും കൂടി എനിക്ക് നിങ്ങൾക്ക് കാണിക്കണം എന്ന് തോന്നി. എന്താ വെച്ചാൽ ഇത് പ്രഗ്നന്റ് ലേഡിയുടെ യൂറിനാണ്. ഇതിൻ്റെ അടിയിൽ നന്നായിട്ടും കണ്ടോ ഒരു ക്രീമി പോലെ അടിയിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒഴിച്ച് കളഞ്ഞാലും നമുക്കങ്ങനെ പോവാത്ത രീതിയിൽ ഉണ്ട്. പക്ഷെ ഇതിൽ കുറച്ചും കൂടി ക്ലിയർ ആണ് കണ്ടോ. അത്ര തീരെ ഒട്ടും തോന്നുന്നില്ല, ഒന്നുമില്ല കണ്ടോ, ക്രീം പോലെ ഒന്നുമില്ല. അപ്പം ഇത് ഒരു ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഇതും കൂടി കാണിക്കണം തോന്നി. ഇനി ഇങ്ങനെ ചിലപ്പോൾ ഉണ്ടാവുമോ എന്നും കൂടി അറിയില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇതിൽ പ്ലെയിൻ ആയിട്ടുള്ളതാണ് കേട്ടോ, അടിയിൽ ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് പോലെ. അപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യൂറിൻ ഒഴിച്ച് കളഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ കണ്ടാൽ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കണം.
അപ്പം അതായിരിക്കും എനിക്ക് ഏക ഡിഫറൻസ്, ഇത് തമ്മിൽ തോന്നിയ ഏക ഡിഫറൻസ് ഈ ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടും കണ്ടാൽ തന്നെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഇതും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഒരു ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ഷുവർ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്